ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് തേർഡ് പാർട്ടിയോട് പറയുന്നത് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസനേറ്റ് ചെയ്യാൻ എടുക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് തേർഡ് പാർട്ടിയോട് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് തേർഡ് പാർട്ടിയോട് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് അവർ തേർഡ് പാർട്ടിയോട് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ കാര്യങ്ങളാണ് തേർഡ് പാർട്ടിയോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ തേർഡ് പാർട്ടിയോട് പറയുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മളോട് നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ദ എംപ്രസ് കാർഡാണ് അവിടെ കിട്ടിയിട്ടുള്ളത്. 3 of Wands, അതുപോലെ തന്നെ 8 of Pentacles, Ace of Cups, the Tower card, Strength card, Knight of Wands, Emperor card, 4 of Pentacles, 10 of Swords, 5 of Cups, ദ ഹാങ്ഡ് മാൻ. അപ്പോൾ ഇത്രയും കാർഡുകളാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. നമുക്കിനി മാസ്റ്റർ കാർഡ് നോക്കാം. ക്യൂൻ ഓഫ് സോർഡ്സ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. ഈ ഒരു സ്പ്രെഡിൽ നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോട് നിങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് ദ എംപ്രസ് കാർഡാണ്. ഈ ഒരു കാർഡ് വളരെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഫെമിനിൻ ഡിവൈൻ എനർജി കാണിക്കുന്ന ഒരു കാർഡാണ്. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോട് നിങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങളെ ശരിക്കും ഒരു ഓർഡിനറി കണക്ഷൻ ആയിട്ടല്ല അവർ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇമോഷണലി റിച്ച് ആയിട്ടുള്ള, അട്രാക്റ്റീവ് ആയിട്ടുള്ള, ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു പേഴ്സണ എന്ന രീതിയിലാണ് അവർ നിങ്ങളെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കൂടുതലായിട്ട് കാണാനായിട്ട് വരുന്നത്. അത് എംപ്രസ് എന്ന് പറയുമ്പോൾ സാധാരണ ഒരു ബ്യൂട്ടി മാത്രമല്ല, ഇതൊരു പ്രസൻസ് ആണ്. ഒരാൾ റൂമിലേക്ക് വന്നാൽ തന്നെ ശ്രദ്ധ പോകുന്ന തരത്തിലുള്ള ഒരു ഓറ ഉള്ള ഒരു പേഴ്സൺ. അതായത് കുറെ ആളുകൾ ഒരു റൂമിൽ ഇരിക്കുമ്പോൾ അവർ ആ ഒരു റൂമിലേക്ക് ഒരു പേഴ്സൺ കടന്നു വരികയാണെങ്കിൽ ഈ ഒരു പേഴ്സണിലേക്ക് പെട്ടെന്ന് ഒരു ശ്രദ്ധ പോകുന്ന ഒരു അത്തരത്തിലുള്ള ഓറയുള്ള ഒരു പേഴ്സൺ. അപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒരു സോഫ്റ്റ് ആൻഡ് കെയറിങ്, ഇമോഷണലി മെച്യൂർ ആയിട്ടുള്ള ഒരാളായിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അവരെ ഇമോഷണലി കംഫോർട്ട് ചെയ്തിട്ടുണ്ടാവാം. അവർക്ക് സേഫ് ഫീലിങ്സ് നൽകിയ ഒരു എനർജി ഈ കാർഡിൽ വളരെ ശക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാർഡ് റിലേഷൻഷിപ്പിന്റെ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ വൈഫ് ആൻഡ് ഹസ്ബൻഡ് മെറ്റീരിയൽ, അതുപോലെ ലോങ് ടൈം വാല്യൂ നൽകുന്ന റിലേഷൻഷിപ്പ്, ഇമോഷണലി ഫുൾഫില്ലിംഗ് പാർട്ട്ണർ എന്നൊക്കെ ഒരു മീനിങ്ങിലേക്ക് വരും. അതായത് തേർഡ് പാർട്ടിയോട് അവർ നിങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒരു സബ് കോൺഷ്യസ് ലെവലിൽ പോലും അവൾ അല്ലെങ്കിൽ അവൻ സ്പെഷ്യൽ ആയിരുന്നു എന്ന ഒരു റെസ്പെക്ട് ടൂണോടുകൂടി പറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം നിങ്ങളെ റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ഫീലിങ്സുകൾ ഇവർക്കുണ്ട്. അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ദ എംപ്രസ് കാർഡ് ഓഫൻ ക്രിയേറ്റ്സ് ജലസി എനർജി. അതായത് കാരണം ഈ ഒരു കാർഡ് നാച്ചുറലി ഒരു മാഗ്നറ്റിക് ആയിട്ടുള്ള ഒരു കാർഡാണ്. അതായത് ഒരു തേർഡ് പാർട്ടിക്ക് പോലും ഇവരുടെ മൈൻഡിൽ ഇപ്പോഴും ആ ഒരു പേഴ്സന്റെ ഇമ്പാക്റ്റ് ഉണ്ടല്ലോ എന്ന രീതിയിൽ വരാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അതായത് നിങ്ങളെക്കുറിച്ച് തേർഡ് പാർട്ടിയോട് പറയുന്ന സമയത്ത് പോലും എന്നെക്കാളും കുറേയും കൂടി ഒരു റെസ്പെക്ട് കൊടുക്കുന്ന, അല്ലെങ്കിൽ കുറേയും കൂടി സ്നേഹിക്കുന്ന ഒരു പേഴ്സൺ ആണ് നിങ്ങൾ എന്നുള്ള ആ ഒരു എഫക്റ്റ് അവരുടെ മനസ്സിൽ ഉണ്ടാകും. അപ്പോൾ അവിടെ ഒരു ജലസ് വരെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. കാരണം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു ആരാധന കലർന്ന ഒരു റെസ്പെക്റ്റോടു കൂടി അത് കംപ്ലീറ്റ്ലി ഹൈഡ് ചെയ്യാനായിട്ട് അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. പലപ്പോഴും പലതും ഒരു ഹൈഡ് ചെയ്ത് സംസാരിക്കുന്നുണ്ടെങ്കിലും ആ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന തേർഡ് പാർട്ടിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട്. ഇവർക്ക് വളരെയധികം അട്രാക്ഷൻ ഈ ഒരു പേഴ്സണോടുണ്ട്. അതുപോലെ തന്നെ ഒരു ആരാധനയുണ്ട്. കംപ്ലീറ്റ്ലി അതൊന്നും ഇവർക്ക് മറച്ചു പിടിക്കാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് നിങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത്. അപ്പം ഈ ഒരു കാർഡ്
ഫിസിക്കൽ അട്രാക്ഷനെയും കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലുക്സ്, ഡ്രസ്സിങ് സെൻസ്, സ്മൈല്, വോയിസ്, അതുപോലെ കെയറിങ് നേച്ചർ, ഈ കാര്യങ്ങളൊക്കെയാണ് ഒത്തിരി ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്. എന്തെങ്കിലും ഒരു ഫീച്ചേഴ്സ് ഇവരുടെ മൈൻഡിൽ ഡീപ്ലി സ്റ്റക്ക് ആയിട്ടുണ്ട്. ഈ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ എന്തോ ഒരു കാര്യം ഇവർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ ഒരു ബ്യൂട്ടിഫുൾ എന്ന് മാത്രമല്ല, ഇമോഷണലി അഡിക്റ്റീവായിട്ട് കാണുന്നു, അഡിക്ഷൻ അതുപോലെ കാണുന്ന ഒരു എനർജി ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം ദ എംപ്രസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഫെർട്ടിലിറ്റി ഗ്രോത്ത് കാർഡ് കൂടിയാണ്. അതിനാൽ നിങ്ങളോടൊപ്പം ഒരു ഫ്യൂച്ചർ അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി, ഒരു പീസ്ഫുൾ ലൈഫ്, ഫാമിലി ലൈക്ക് കംഫർട്ട് തുടങ്ങിയ എന്നിങ്ങനെ ഒരു ഇമാജിൻ ചെയ്ത ഒരു എനർജി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നീട് വന്ന ഇവിടെ ഒരു ടവർ കാർഡ് വരുന്നുണ്ട് നമുക്ക്. പിന്നീട് വന്നിട്ടുള്ള ആ ഒരു ടവർ കാർഡ്, അതുപോലെ 5 ഓഫ് കപ്സ് പോലെയുള്ള കാർഡിൽ ഇത്രയൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പെയിൻ നമുക്ക് കാണാൻ പറ്റുന്നത്. അവർക്ക് നഷ്ടപ്പെട്ടത് ഒരു കാഷ്വൽ പേഴ്സണെ അല്ല എന്ന് കാർഡുകൾ നമുക്കിവിടെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നെഗറ്റീവ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ഒരു തേർഡ് പാർട്ടിയോട് നിങ്ങളെ കുറിച്ച് ഒരു ടു ഗുഡായിട്ട് അല്ലെങ്കിൽ അത്ര നല്ലൊരു പേഴ്സൺ ആയിട്ടായിരിക്കും പറയുക, അല്ലെങ്കിൽ ഒരു ഹൈ സ്റ്റാൻഡേർഡ് ഉള്ള ഒരു പേഴ്സൺ എന്ന രീതിയിൽ അവർ പ്രസന്റ് ചെയ്യാം. കാരണം ഇത് എംപ്രസ് എനർജി വളരെ ഒരു ഹൈ വാല്യൂ ആണ്. അതുകൊണ്ട് നിങ്ങളെ ഫുള്ളി അണ്ടർസ്റ്റാൻഡ് ചെയ്യാനോ ഹാൻഡിൽ ചെയ്യാനോ അവർക്ക് പറ്റിയിട്ടില്ല. കുറച്ച് ഇൻസെക്യൂരിറ്റീസ് പോലും അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകാം. അപ്പൊ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇത് എംപ്രസ് ഇവിടെ പറഞ്ഞു തരുന്നത് നിങ്ങളുടെ പേഴ്സന്റെ മൈൻഡിൽ നിങ്ങൾ ഇന്നും ഒരു ഹൈ വാല്യൂ, ഇമോഷണലി ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പേഴ്സൺ, അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ, എന്നും ഓർത്തിരിക്കുന്ന ഒരു പേഴ്സൺ എന്നൊക്കെയുള്ള രീതിയിലാണ് നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിലുള്ളത്. അവരത് തേർഡ് പാർട്ടിയോട് നിങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പോലും ആ ഒരു ആരാധന കലർന്ന, റെസ്പെക്ട് കലർന്ന ആ ഒരു രീതിയിൽ സംസാരിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു അവരുടെ ആ ഒരു യഥാർത്ഥമായുള്ള ഫീലിങ്സുകൾ കംപ്ലീറ്റ്ലി അവിടെ ഹൈഡ് ചെയ്തുകൊണ്ട് അവർക്ക് പറയാനായിട്ട് കഴിയുന്നില്ല. അപ്പൊ അത് തേർഡ് പാർട്ടിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റുന്നത്. നെക്സ്റ്റ് നമുക്ക് വരുന്ന കാർഡുകൾ എന്ന് പറയുമ്പോൾ 3 ഓഫ് വൺസിന്റെ ഒരു കാർഡും 8 ഓഫ് പെന്റക്കിൾസിന്റെ ഒരു കാർഡ് ഇവിടെ വരുന്നുണ്ട്. നിങ്ങളോടുള്ള ആ ഒരു കണക്ഷൻ കാഷ്വൽ ആയിട്ടുള്ളതല്ല എന്നവർ പറയുന്നുണ്ട് തേർഡ് പാർട്ടിയോട്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനായിട്ട് എഫേർട്ട് ഉണ്ടായിരുന്നുവെന്നും ഫ്യൂച്ചറിൽ പോസിബിലിറ്റി ഉണ്ട് ഇതിനെന്നും അവർ സംസാരിക്കുന്നുണ്ട്. തേർഡ് പാർട്ടിയുടെ മുന്നിൽ ഞങ്ങൾ തമ്മിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു, അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു, അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളും എൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്ന ഒരു പേഴ്സൺ ആയിരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ തരത്തിലുള്ള സംസാരങ്ങളോ, അല്ലെങ്കിൽ അവൻ ഈ ഒരു റിലേഷൻഷിപ്പിനായിട്ട് വർക്ക് ചെയ്യാൻ അറിയുന്ന, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എങ്ങനെ കൊണ്ടുപോകണം എന്നറിയാവുന്ന ഒരാളാണ് എന്നുള്ള ഒരു അപ്രീസിയേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് നിങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ ഇവിടെ ഏസ് ഓഫ് കപ്സ് വരുമ്പോഴത്തേക്കും വളരെ സ്ട്രോങ് കാർഡാണ് ഇവിടെ. ഇതൊരു ഇമോഷണൽ ട്രൂത്ത്, ഒളിപ്പിക്കാൻ പറ്റാത്ത എനർജിയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അവർക്ക് നിങ്ങളോട് ജെന്യൂൻ ആയിട്ടുള്ള ഫീലിങ്സ് ഉണ്ടായിരുന്നുവെന്ന് തേർഡ് പാർട്ടി അറിയുന്ന രീതിയിൽ സംസാരിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ഞാൻ അവനെ സത്യത്തിൽ നല്ല രീതിയിൽ സ്നേഹിച്ചിരുന്നു എന്നൊരു അൺടോൺ പോലും ഉണ്ടാകാം. അപ്പൊ ഈ ഒരു കാർഡ് ഫേക്ക് ഇമോഷൻസിനെ ഒരിക്കലും കാണിക്കില്ല എന്നുള്ളതാണ്. പക്ഷെ അതിനുശേഷം ഒരു ടവർ കാർഡ് എനർജി വന്നതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണിത്. ഇവർ പറയുന്ന ആ ഒരു കോൺവെർസേഷനിൽ ഒരു സഡൻ ബ്രേക്കപ്പ്, അല്ലെങ്കിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്സ്, ഈഗോ ക്ലാഷ്, ഷോക്കിംഗ് എൻഡിങ് എന്നിവയെ കുറിച്ചൊക്കെ വലിയൊരു എംഫസൈസ് ഒക്കെ കാണുന്നുണ്ട്. അപ്പം എല്ലാം ഒരുമിച്ച് തകർന്നു എന്ന രീതിയിലാണ് അവർ സംഭവം പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ റിലേഷൻഷിപ്പ് കൊളാപ്സ് ആയി അവരെ മെന്റലി ഷേക്ക് ചെയ്തതായിട്ട് അവർക്ക് തോന്നുന്നുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ അവർ പറയാതെ പറയുന്നുണ്ട് ഈ ഒരു തേർഡ് പാർട്ടിയോട് എന്നുള്ളതാണ്. പിന്നെ സ്ട്രെങ്ത് കാർഡിൽ കാണിക്കുന്നത് പുറത്തേക്ക് കാമായി നിൽക്കാനായിട്ട് അവർ ശ്രമിക്കുന്നു. തേർഡ് പാർട്ടിയുടെ മുന്നിൽ ഇമോഷണൽ കൺട്രോൾ ചെയ്ത് മച്ചുറായിട്ട് കാണിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് നല്ല രീതിയിൽ ഹേർട്ട് ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇമോഷണൽ റിയാക്ഷൻസ് സപ്രസ് ചെയ്യുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഇവിടെ അവർക്ക് നല്ല അട്രാക്ഷൻ നിങ്ങളോടുണ്ട്. ആ ഒരു അട്രാക്ഷൻ വളരെ സ്ട്രോങ് ആണ്. നിങ്ങൾ മൂവ് ഓൺ ചെയ്താലും ഇവർക്ക് നിങ്ങളോടുള്ള ആ ഒരു പാഷൻ, അല്ലെങ്കിൽ കെമിസ്ട്രി, ആ നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള ആ ഒരു പുള്ള്, ഒരു വലി, ഇവ ഇപ്പോഴും മൈൻഡിൽ ഉണ്ടെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ തേർഡ് പാർട്ടിയോട് നിങ്ങളെ ഒരു അൺപ്രഡിക്റ്റബിൾ, അല്ലെങ്കിൽ ഹാർഡ് ടു ഫോർഗെറ്റ്, ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു പേഴ്സൺ എന്ന രീതിയിലൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ അവൻ്റെ അല്ലെങ്കിൽ അവളുടെ അവളെ മനസ്സിൽ നിന്ന് റിമൂവ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നൊരു റെസ്റ്റ്ലെസ് എനർജി അവർക്കുണ്ട് എന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഈഗോ ഇവിടെ കൊണ്ടുവരുന്നതായിട്ട്, അതിൻ്റെ എംബ്രൽ കാർഡ് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് ഈഗോ കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് തേർഡ് പാർട്ടിയുടെ മുന്നിൽ കൺട്രോൾ നഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിട്ട് അവർ കാണിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ചില കാര്യങ്ങൾ ഡൊമിനേറ്റ് ചെയ്ത, അല്ലെങ്കിൽ ലോജിക്കൽ ടൂൺ ഉപയോഗിച്ച് ഞാൻ ഈ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തു എന്ന രീതിയിൽ സംസാരിച്ചാലും
കാർഡുകൾ പറയുന്നത് ഇന്നർ സൈഡിൽ അവർക്ക് കൺട്രോൾ മുഴുവനായിട്ട് ഇല്ല എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. അതായത് നിങ്ങളോട് ഒത്തിരി സ്നേഹമുണ്ട് എന്ന രീതിയിൽ ഒരു സമയത്ത് അവർ സംസാരിക്കുമ്പോൾ തേർഡ് പാർട്ടിയുടെ അടുത്ത് നിന്ന് റെസ്പോൺസും കാര്യങ്ങളും വരുന്ന സമയത്ത് അവരത് സപ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഹൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ഇന്നറിലുള്ള ഫീലിങ്സുകളും മൂടി വെച്ചുകൊണ്ട് പുറത്ത് കാമാൻ ക്വയറ്റ് ആയിട്ടുള്ള രീതിയിൽ ഇങ്ങനെ അത്രയൊരു ഇതൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ കാണിക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ അവര് നിങ്ങളെ ഇമോഷണലി ലെറ്റ് ഗോ ചെയ്ത് നിങ്ങളെന്നും പോയിട്ടില്ല എന്നുള്ളതാണ്. മെമ്മറീസ് ഉണ്ട്, അവർക്ക് നിങ്ങളുടെ മെമ്മറീസ് ഉണ്ട്, അതുപോലെ തന്നെ അറ്റാച്ച്മെന്റ് നിങ്ങളോടുണ്ട്, ഫീലിങ്സ് ഉണ്ട്. അപ്പൊ ഇപ്പോഴും ടൈറ്റ്ലി അവരിങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ് ഈ കാര്യങ്ങളെല്ലാം. തേർഡ് പാർട്ടിക്ക് അവർ ഒരു ഫുൾ ട്രൂത്ത് തേർഡ് പാർട്ടിയുടെ അടുത്ത് പറയുന്നുണ്ടാവില്ല. ചില ഇമോഷണൽ കാര്യങ്ങൾ മാത്രമായിരിക്കും അവർ പറയുന്നുണ്ടാവുള്ളൂ. ബാക്കിയുള്ള അവരുടേതായ ആ പേഴ്സണൽ കാര്യങ്ങൾ അവർ കീപ്പ് ചെയ്യുന്നു. അപ്പൊ നിങ്ങളെ കംപ്ലീറ്റ്ലി മറന്നു കളയാനായിട്ട് പറയുമ്പോഴും കാർഡുകൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അവരിങ്ങനെ മനസ്സിനുള്ളിൽ മറന്നുപോയി എന്ന രീതിയിൽ ചിന്തിച്ചാൽ പോലും അങ്ങനെ മറക്കാനായിട്ട് അവർക്ക് പറ്റുന്നില്ല. അപ്പൊ അതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ ഇവിടെ ഒരു 10 ഓഫ് സോഴ്സും 5 ഓഫ് കപ്സിന്റെ ഒരു കോമ്പിനേഷൻ വളരെ ഒരു പെയിൻഫുൾ ആണ്. റിലേഷൻഷിപ്പ് എൻഡിങ്, ഇവർക്കൊരു ഹാർട്ട് ബ്രേക്ക്, ഇമോഷണൽ ലോസ് ഒക്കെ പോലെ തോന്നിയിട്ടുണ്ട് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സെപ്പറേഷൻ. അപ്പോൾ ഈ ഒരു സമയത്ത് സെപ്പറേഷനിലായിരിക്കാം നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു കാർഡുകൾ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ തേർഡ് പാർട്ടിയോട് സംസാരിക്കുമ്പോൾ ആ ഒരു കുറ്റബോധം അവർക്കുള്ളതായിട്ട് അവർ സംസാരിക്കുന്നുണ്ട്. സാഡ്നെസ്, ഡിസപ്പോയിൻമെന്റ് എനർജി വളരെ കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം എല്ലാം അവസാനിച്ചു എന്ന് പറയുമ്പോഴും അതിലൊരു ക്ലോഷർ ഇല്ലാത്തൊരു പെയിൻ കാണുന്നുണ്ട്. അവർ നഷ്ടപ്പെട്ടതിന്റെ ഒരു വില ഇപ്പോൾ അവർ ആ ഒരു കാര്യം അവർ ക്യാരി ചെയ്തുകൊണ്ട് പോകുന്നതായിട്ട് മനസ്സിലാകുന്നുണ്ട്. അത് ക്യാരി ചെയ്യുന്നിടത്തോളം കാലം ഇവർക്കൊരു കുറ്റബോധം മനസ്സിനുള്ളിൽ ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ അവസാനമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഹാങ്ഡ് മാൻ കാണുന്നുണ്ട്. അവരിപ്പോഴും ഈ ഒരു കണക്ഷൻ മെന്റലി പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെക്കുറിച്ചുള്ള അവരുടെ ഒരു പെർസ്പെക്റ്റീവ് കംപ്ലീറ്റ് ആയിട്ട് അത് എൻഡ് ആയി പോയിട്ടില്ല, അല്ലെങ്കിൽ സെറ്റിൽഡ് ആയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ തേർഡ് പാർട്ടിയോട് സംസാരിക്കുമ്പോഴും കൺഫ്യൂഷൻ, അതുപോലെ വെയിറ്റിംഗ് എനർജി, എന്താണ് ശരി തെറ്റ് എന്നുള്ള ഒരു ഇന്റേണൽ ക്വസ്റ്റ്യനിങ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഈ ഒരു കണക്ഷൻ അവർ കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്തിട്ടില്ല എന്നൊരു സൂചനയും ഇതിലുണ്ട്. അപ്പോൾ ഓവറോൾ റീഡിങ് നമ്മൾ നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോട് നിങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു അഡ്മിറേഷൻ, ഒരു ആരാധന ഉള്ളതുപോലെ, അല്ലെങ്കിൽ അവരെ കാണാൻ സാധിക്കാത്തത്, സംസാരിക്കാൻ സാധിക്കാത്തത്, മിണ്ടാൻ സാധിക്കാത്തതിൽ ഒക്കെ ഒരു പെയിൻ അനുഭവിക്കുന്നത് പോലെയൊക്കെയുള്ള ആ ഒരു എക്സ്പ്രഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് അവർ പരമാവധി ഹൈഡ് ചെയ്ത് മുഴുവൻ വെളിയിൽ വിടാതെ ശ്രമിക്കുന്നുണ്ടെങ്കിലും തേർഡ് പാർട്ടിക്ക് ഇത് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം അവര് നിങ്ങളെ പവർഫുൾ ഇമോഷണൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരാളായിട്ടാണ് കാണുന്നത്. പുറത്തേക്ക് ഒരു ഈഗോയൊക്കെ മെയിൻറ്റെയിൻ ചെയ്താലും കാർഡുകൾ പറയുന്നത് നിങ്ങളെക്കുറിച്ചുള്ള ഫീലിങ്സും റിഗ്രറ്റ്സും ഇപ്പോഴും അവരുടെ ഉള്ളിൽ അങ്ങനെ സോൾവ് ആകാതെ തന്നെ ഒരു ലൈവായിട്ട് നിൽക്കുന്നു എന്ന് തന്നെയാണ് നമുക്കിവിടെ കാർഡുകൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് തേർഡ് പാർട്ടിയോട് ഇവരെ നിങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഒരു കാഷ്വൽ ആയിട്ടുള്ള രീതിയിലേക്കാണ് സംസാരിക്കുന്നതെങ്കിലും ആ ഒരു തേർഡ് പാർട്ടിക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട് എന്നുള്ളതാണ്. ഈ വ്യക്തിയുടെ സംസാരത്തിൽ നിന്നും അവരുടെ എക്സൈറ്റ്മെന്റിൽ നിന്നും കാര്യങ്ങളൊക്കെ അവർക്ക് പിടികിട്ടുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടിയോട് നിങ്ങളെക്കുറിച്ച് പറയുന്ന രീതി എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഗോസിപ്പ് സ്റ്റൈലിലല്ലായിരിക്കും അവർ സംസാരിക്കുക. അതിൽ ഒരു അഡ്മിറേഷൻ, അല്ലെങ്കിൽ ഇമോഷണൽ സോഫ്റ്റ്നെസ്, അല്ലെങ്കിൽ ഹിഡൻ ആയിട്ടുള്ള ആ ഒരു അഹങ്കാരം, ഈ കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട്. ആ ഒരു രീതിയിലാണ് അവരുടെ സംസാരം വരിക. അതായത് ചില രീതികളിൽ അവർ പറയുമ്പോൾ അവൻ അല്ലെങ്കിൽ അവൾ ഒരു ഡിഫറെൻറ്റ് പേഴ്സൺ ആയിരുന്നു, ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പേഴ്സൺ ആയിരുന്നു, ഞാൻ പരിചയപ്പെട്ടതിൽ വെച്ചിട്ട് ഏറ്റവും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു എന്നുള്ള രീതിയിൽ പറയാം. അല്ലെങ്കിൽ വളരെ കെയറിങ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു എന്ന് പറയാം. അല്ലെങ്കിൽ എന്നെ ജെനുവലി അണ്ടർസ്റ്റാൻഡ് ചെയ്ത ഒരു വ്യക്തിയാണ്. പിന്നെ ചില സമയങ്ങളിൽ അവരിങ്ങനെ സംസാരിക്കാം, ഈ ലുക്സ് മാത്രമല്ല പ്രസൻസ് തന്നെ വളരെയധികം ഡിഫറെൻ്റ് ആണ് എന്നുള്ള രീതിയിൽ സംസാരിക്കാം. പിന്നെ റിലേഷൻഷിപ്പിൽ എഫേർട്ട് ഇടാൻ അറിയുന്ന ഒരു വ്യക്തിയാണ്, എങ്ങനെ നിൽക്കണം റിലേഷൻഷിപ്പിൽ എന്ന് എഫേർട്ട് ഇടാൻ അറിയുന്ന ഒരു പേഴ്സൺ ആണെന്ന രീതിയിൽ അവർ സംസാരിക്കാം. അതുപോലെ തന്നെ അവനെ അല്ലെങ്കിൽ അവളെ ഈസിലി എനിക്ക് മറക്കാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് വിട്ടുകളയാനായിട്ട് പറ്റില്ല എന്നുള്ള രീതിയിലും ആ ഒരു ഇന്നർ ടൈപ്പിൽ അവർ സംസാരിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അവർ നിങ്ങളെ ഡിസ്റെസ്പെക്ട് ചെയ്ത് സംസാരിക്കുന്ന എനർജീസ് വളരെ കുറവാണ്. ഈവൻ ഹേർട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഉള്ളിൽ റെസ്പെക്ട് സ്റ്റിൽ ഉണ്ട് എന്ന് കാർഡുകൾ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ തേർഡ് പാർട്ടിയുടെ മുന്നിൽ നിങ്ങളെ വളരെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള, ഒരു ക്ലാസി ആയിട്ടുള്ള, ഇമോഷണൽ മച്ചുവർ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് തന്നെയാണ് അവർ പ്രസന്റ് ചെയ്യാൻ സാധ്യത കൂടുതലായിട്ട് നമുക്കിവിടെ കാർഡുകൾ പറഞ്ഞു തരുന്നത്. അപ്പം
അഡ്മിറേഷൻ കൂടുതലുണ്ട് എങ്കിൽ പോലും ആ ഒരു പെയിനും കൂടി ചേർന്നിട്ടുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. അതിനാൽ ചിലപ്പോൾ അവർ പലപ്പോഴും ഇങ്ങനെ പറയാനുള്ള ചാൻസസ് ഉണ്ട്, എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തോന്നിയിരുന്നു ഞാൻ ആ പേഴ്സന്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ, പക്ഷെ സഡൻലി പെട്ടെന്നൊരു ബ്രേക്ക് ആയി എന്നുള്ള രീതിയിൽ സംസാരിക്കാം. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ഡീപ്പ് കണക്ഷൻസ് ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ സംസാരിക്കാം. അവനെ എനിക്ക് നഷ്ടപ്പെട്ടത് ഒരു ഈസി ആയിട്ട് എടുക്കാനായിട്ട് പറ്റുന്നില്ല, സ്റ്റിൽ മൈൻഡിൽ നിന്നും ആ ഒരു കംപ്ലീറ്റ് ആയിട്ട് അത് മറന്നു കളയാനായിട്ട് പറ്റുന്നില്ല എന്ന രീതിയിൽ അവർ സംസാരിക്കുന്നുണ്ടാവാം എന്നുള്ളതാണ്. അപ്പോൾ അവർ ഫുള്ളി ഒരു ഡയറക്റ്റ് ആയിട്ട് ഞാൻ ഇന്നും മിസ് ചെയ്യുന്നു എന്ന് തുറന്നു പറയാതെ കൺട്രോൾ ആയിട്ടുള്ള ഒരു ടോണിൽ സംസാരിക്കും. പക്ഷെ അവരുടെ വേർഡ്സിൽ നിന്നും അറ്റാച്ച്മെന്റ് മനസ്സിലാകുന്ന എനർജി ഉണ്ട് താനും. ആ ഒരു രീതിയിലാണ് അവർ സംസാരം. കാരണം ഇവിടെ നമുക്ക് നൈറ്റ് ഓഫ് വാൻസ് വന്നിട്ടുള്ളതുകൊണ്ട് അട്രാക്ഷനും കെമിസ്ട്രിയും മെൻഷൻ ചെയ്യാൻ ചാൻസസ് ഉണ്ട്. ഞങ്ങൾ തമ്മിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള സ്പാർക്ക് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവന്റെ ഒരു വൈബ് ഒരു ഡിഫറെന്റ് വൈബായിരുന്നു എന്ന രീതിയിൽ ഒരു ഇൻഡയറക്ട്ലി പറയാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്തും ഈ ഒരു തേർഡ് പാർട്ടിയോട് നിങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആ ഒരു അഡ്മിറേഷൻ മറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, അതുപോലെ പെയിൻ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇമോഷണൽ ഇമ്പാക്റ്റ് ഹൈഡ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റുന്നില്ല. ഇതാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺവെർസേഷൻ കേൾക്കുന്ന ആളിന് പോലും ഈ ഒരു പേഴ്സന്റെ മൈൻഡിൽ ആ ഒരു കണക്ഷൻ ഇന്നും അൺഫിനിഷ്ഡ് ആണ് എന്നുള്ളൊരു ഫീലിങ്സ് വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഇനി അൺഫിനിഷ്ഡ് ആണ് എന്ന് മനസ്സിലായില്ലെങ്കിൽ കൂടിയും നിങ്ങൾ ആ ഒരു പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ്, അല്ലെങ്കിൽ നിങ്ങളെ ആ ഒരു പേഴ്സണ് വളരെ ഇഷ്ടമാണ്, സ്നേഹമാണ്, വളരെ ഡീപ്പായിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ് നിങ്ങൾ തമ്മിലുള്ളത് എന്നുള്ളൊരു കാര്യം ഈ തേർഡ് പാർട്ടിക്ക് ആയിക്കോട്ടെ അത് കേൾക്കുന്ന ഏതൊരാൾക്കാണേലും മനസ്സിലാകും എന്നുള്ളതാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, മെഡിക്കൽ ഫീൽഡ് എന്നുള്ള വ്യക്തികളാകാനുള്ള ചാൻസസ് ഉണ്ട്. കൊല്ലം ജില്ല, ജാനുവരി മന്ത്, യു ക്യാൻ ട്രസ്റ്റ്, letter U, 2 months, purple color, flowers, orange color, 1987, December month, 2005, number 48, number 35, letter L, encourages you, 6 days എന്ന് പറയുന്നൊരു പോസിബിലിറ്റി ഇവിടെ കിട്ടുന്നുണ്ട്. Number 28, social media, number 1, number 23, 1992, black color, number 26, letter E, tech, 1978, number 5, number 49, cooking എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. യോഗ, number 54, number 52, police, 2023, letter F, lawyer, supportive, ഗോൾഡൻ കളർ ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ ഇഷ്ടമുള്ള ഒരു കളർ. പേഷ്യൻസ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 2 weeks, nail polish, 1986, singing, 1976, gardening, 7 days, physical fitness, cricket, March month, number 44, 1992, 1979, number 4, ലാസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് നമ്പർ 50 ആണ്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് സെക്ഷനിൽ ഹൈപ്പർ കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.